നമസ്കാരം. കോൾട്ട് പത്തനാപുരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സ്ആപ്പ് ചെയ്യാം. നമ്പർ 8075728112. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. ഞങ്ങൾ മറുപടി നൽകും. നമ്മൾ എല്ലാ ദിവസവും ഒരു കോട്ട് പറയാറുണ്ട്. ഇന്നത്തെ കോട്ട്: ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടവരെല്ലാം നമ്മളെ മനസ്സിലാക്കണം എന്നില്ല, നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നില്ല, നമ്മളെ പിന്തുണയ്ക്കണം എന്നുമില്ല. അതിനെ നമ്മൾ വലിയ ഗൗരവമായിട്ട് എടുക്കണ്ട. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ നന്മ, നമ്മൾ അവരെ എങ്ങനെ കരുതി എന്നുള്ളത്, നമ്മൾ അവർക്ക് കൊടുത്ത സന്തോഷങ്ങൾ ഒന്നും അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് മടയത്തരമാണ്. എന്നെങ്കിലും അവരുടെ ജീവിതത്തിലും ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ നമ്മൾ കൊടുത്തത് എന്തായിരുന്നുവെന്ന്, നമ്മൾ കൊടുത്ത നന്മ എന്തായിരുന്നുവെന്ന്, നമ്മൾ കൊടുത്ത സ്നേഹം എന്തായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അന്ന് അവരെ നമുക്ക് ചേർത്ത് നിർത്താം. കോൾട്ട് പത്തനാപുരത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? സന്തോഷം. ഇത് ഇന്ത്യക്ക് പുറത്താണെന്ന് തോന്നല്ലോ. അതെ, ഞാൻ ഇന്ത്യക്ക് ഞാൻ മസ്കറ്റിലാണ്. അതുകൊണ്ടാണ്. മസ്കറ്റിൽ എവിടെയാ? മസ്കറ്റിൽ ഞാൻ ഗാല. ഗാല എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഞാൻ സോഹാറിൽ വന്നിട്ടുണ്ട്, ഞാൻ സലാലയിൽ വന്നിട്ടുണ്ട്. സലാല ഒരു 1000 കിലോമീറ്റർ ഉണ്ട് നമ്മൾ മസ്കറ്റിൽ നിന്ന് സലാലക്ക്. നിങ്ങൾ മസ്കറ്റ് ടൗണാ? പട്ടണം? മസ്കറ്റ് ഏരിയ തന്നെ. അതെ. ശരി, അപ്പം നന്നായിരിക്കട്ടെ. നീ ഇടയ്ക്ക് മസ്കറ്റിലൊക്കെ വരാൻ നോക്കാം. ശരി, പിന്നെ പറഞ്ഞാട്ടെ. ഞാൻ വിളിച്ചത്, ഞാനൊരു സ്ഥലം വാങ്ങിച്ചു. എന്റെ വീട് ഒഴുവൂരാണ്, പാല ഒഴുവൂരാണ്. ഒഴുവൂര് കുറിച്ചിത്താനമാണ് പ്രോപ്പർ സ്ഥലം. അപ്പൊ ഒരു 10-21 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു. 5 മിനിറ്റ് എടുത്തോട്ടോ, കുഴപ്പമില്ല, സോറി. ചേട്ടന് 5 അല്ല, ചേട്ടന് വേണ്ടി ഇത് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് പ്രവാസികൾ ഒരു വികാരമാണ്. കാരണം നിങ്ങൾ അവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വേണ്ടി പണം അയക്കുകയും നമ്മുടെ കേരളം ഓടുന്നത് തന്നെ നിങ്ങൾ പ്രവാസികളെ കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി 5 അല്ല 5 മണിക്കൂർ ചോദിച്ചാലും ചിലപ്പോൾ പ്രൊഡ്യൂസറിന്റെ വഴക്ക് പറയാം, എന്നാലും തരും. ചേട്ടൻ പറ. ഒരു 10-21 സെന്റ് സ്ഥലം മേടിച്ചു. അപ്പൊ 2-3 വർഷമൊക്കെ കാണിച്ച് പെരപണിയാനൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു വിട്ടത്. കഴിഞ്ഞിട്ട് അതിന്റെ കിഴക്കോട്ട് ദർശനം വെച്ചിട്ട് ഞാനൊരു പ്ലാൻ ചെയ്തു, ഡിസൈൻ ചെയ്തു. അപ്പൊ അതിന്റെ ആയിട്ട് വടക്കായിട്ട് കിണർ കുത്തണം എന്ന് പറഞ്ഞ് വടക്ക് കിഴക്ക് ഒരു സാധനം കണ്ട് കിണർ കുത്തി. പക്ഷെ അതിനകത്ത് വെള്ളം ഉണ്ടായില്ല. ഒരു കുറച്ച് ഉറവേ ഉള്ളൂ, മീൻസ് ചെറിയ ഉറവേ ഉള്ളൂ, 5 കോല്. അത് ഞാൻ ഒരു 14 കോല് താത്തി. വെടിവെച്ച പാറയായിരുന്നു ഓൾമോസ്റ്റ്. 14 കോല് വെടിവെച്ച് താത്തി. പക്ഷെ എന്നിട്ടും വലിയ കാര്യമായിട്ട് വെള്ളം ഉണ്ടായില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഈ ബോർവെല്ലിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ ഒരു ബോർവെല്ലിന്റെ ഒരാള് വന്നിട്ട് ഒരു സാധനമൊക്കെ കണ്ട്, അത് ഈ അഗ്നികോണിക എന്ന് പറയുന്നു. പിന്നെ തെക്ക് കിഴക്ക് പറമ്പിൽ നമ്മുടെ സ്ഥലത്തിന്റെ മൂലക്കായിട്ട് അവരുടെ സ്ഥാനമാണ്. അപ്പം ആള് പറഞ്ഞ കന്നിമൂലയില്. അല്ല, ഞാൻ ഒരൊറ്റ സംശയം ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ, അവിടെ വീടില്ലല്ലോ? അന്നേരം വീട് പണിയാനായിരുന്നു. ഓക്കെ, പറഞ്ഞു. അപ്പൊ അവിടെ ഒരു സ്ഥാനം ഉണ്ടെന്നും പറഞ്ഞ് അവിടെ കിണർ കുത്തി. 425 അടി ആയപ്പോഴേക്കും അവിടെ വെള്ളം മുകളിലോട്ട് കയറി വന്നു. നമ്മുടെ മോട്ടോർ വെച്ചിട്ടില്ല, മുകളിലോട്ട് കയറി വന്നു. ഡെയിലി ഒരു 1000 ലിറ്റർ അടിക്കാവുന്ന വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരക്ക് കുറ്റി അടിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോഴും അതുപോലെ ഒരാളെ കാണിച്ചപ്പോഴും പറഞ്ഞു, അവിടെ അഗ്നികോണിയാണ് അവിടെ വീട് വെച്ച് അവിടെ കിണറുള്ളപ്പം നമുക്ക് അഗ്നി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ അപകടമോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ഒരു പരിഹാരമുള്ള, വേറെ വെള്ളത്തിനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു 10 അടി മാറ്റി നമ്മൾ അവിടെ ഒരു ഭിത്തി പോലെ മതിൽ കെട്ടി 2ആയിട്ട് തിരിക്കണം, എന്നിട്ട് അപ്പുറത്തേക്ക് വെറുതെ ഇടുക, അങ്ങനെയുള്ള രീതിയിലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതായത് വീടിന്റെയും ഈ കിണറിന്റെയും ഇടയ്ക്ക് ഒരു ചെറിയ കെട്ട് കെട്ടണമെന്നല്ലേ പറഞ്ഞത്? അത് മതിൽ കെട്ടുമ്പോ മതിൽ അങ്ങനെ തന്നെ കെട്ടണം എന്നാ പറഞ്ഞത്. ചെറിയ കെട്ടല്ല, മതിലായിട്ട് തന്നെ. അന്നേരം പിന്നെ ആ മറ്റേ വസ്തു വെറുതെ വേസ്റ്റ് ആവത്തില്ലേ? അത്രയും വസ്തു കിഴക്ക് സൈഡിൽ. അതെനിക്ക് പിന്നെ അപ്പുറം കിടക്കുന്ന സ്ഥലം വെറുതെ വേസ്റ്റ് ആയി പോയ പോലെ ആവും. ശരി, അപ്പം ഇനി ഞാൻ മറുപടികൾ തുടങ്ങിക്കോട്ടെ? ശരി, അപ്പൊ ചേട്ടന് മനസ്സിലാകാൻ വേണ്ടി ഞാനിപ്പോ അതിനെ ഒന്ന് ചേട്ടൻ ജസ്റ്റ് നിങ്ങളുടെ വസ്തുവിനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. വസ്തുവിനെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ വളരെ ഭയങ്കര ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്രയും കിലോമീറ്റർ അകലെയുള്ള ചേട്ടനെ ഇതിനൊരു കറക്റ്റ് സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചേട്ടൻ ആ വസ്തുവിനെ ഒന്ന് ഇമാജിൻ ചെയ്യുന്നു. ഇമാജിൻ ചെയ്തല്ലോ? ചെയ്തു. അതിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് ഇപ്പോൾ ആദ്യം ഒരു കിണർ നിങ്ങൾ കുഴിച്ചത്. അതിൻ്റെ
കുറച്ച് ലെഫ്റ്റിലോട്ട് മാറി ഒരു വീടുണ്ടായിരുന്നു എന്ന് കരുതുക. ആ, അപ്പൊ ചേട്ടൻ ഒന്ന് വെറുതെ ഇമാജിൻ ചെയ്യുക, ആ വീടിന്റെ ഏത് ഭാഗത്തായിരിക്കും ഈ കിണർ വരിക? ആ വീടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഉം. അതിന്റെ തെക്ക് പടിഞ്ഞാറാണ് വരുന്നത്. ചേട്ടനോട് പെട്ടെന്ന് ലിക്ക് പറയാൻ അറിയത്തില്ലായിരിക്കും. അതായത് നമ്മളുടെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പണ്ടുണ്ടായിരുന്ന ഒരു കിണർ, ആ കിണറിന്റെ മുൻഭാഗത്ത് അല്പം ലെഫ്റ്റിലോട്ട് മാറി അവിടെ ഒരു വീട് ഉണ്ടായിരുന്നുവെങ്കിൽ, ചിലപ്പോൾ അവിടെ വസ്തു ഉണ്ടാവും, ഒരാൾ അവിടെ വീട് വെച്ചിരുന്നുവെങ്കിൽ ആ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിരിക്കും നമ്മുടെ കിണർ വരുന്നത്. പക്ഷെ നമ്മുടേത് നോക്കുമ്പോൾ അത് വടക്ക് കിഴക്കാണ്, മറ്റവരുടെ നോക്കുമ്പോൾ അത് തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ്. അപ്പൊ പിന്നെ അതിനെ എങ്ങനെ ന്യായീകരിക്കുക? അത് സ്വതന്ത്ര വാസ്തുവാണ്, അത് വേറൊരാളുടെ വസ്തുവാണ്. അതിനാണ് ഈ മതിലുകൾ കെട്ടുക, തിടില് കെട്ടിത്തിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതേ ന്യായം എടുത്തുകൊണ്ടാണ് ഇവിടെ മതിലായിട്ട് കെട്ടേണ്ടുന്ന കാര്യം ശരിക്കുമില്ല. ഇതെന്തിനാണ് ഞാനിത് കെട്ടാൻ പറയുന്നതെന്നറിയോ? ഇല്ലെങ്കിൽ നാളെ മുതൽ ചേട്ടൻ വീട് വെച്ച് വീട് പണി തുടങ്ങുമ്പോൾ മുതൽ ആളുകൾ വന്ന് അയ്യോ ഇതിങ്ങനാണേ, ഇതിലുള്ള അവിടെ ഒരാൾക്ക് ഇങ്ങനെ പറ്റിയേ, അവിടെ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ട് ചേട്ടന് സ്വസ്ഥത നശിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രവാസി അവിടെ കിടന്ന് 10 പൈസ ഉണ്ടാക്കി ഇവിടെ ഒരു വീട് വെക്കാൻ വരുമ്പോൾ ആ വീട് വെച്ച് നിങ്ങളെ സമാധാനത്തെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. കാരണം വരുന്നവരെല്ലാം വന്നിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയൊരു കെട്ടി രണ്ട് വസ്തുവാക്കിയാൽ പ്രശ്നം തീർന്നില്ലേ? അതിന് മതില് കെട്ടണം എന്നില്ല. ചേട്ടൻ വരുന്നവരോട് പറയാം ഞങ്ങൾ ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടുണ്ടെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ഒരു ചെറിയ കെട്ടി അപ്പുറത്ത് തിരിക്കുക. പിന്നെ വാസ്തുവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചേട്ടാ. നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും വെള്ളത്തിന്റെ അവൈലബിലിറ്റിയാണ് പ്രധാനം. അതായത് വെള്ളം എവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമുക്കിപ്പോൾ പാറയുള്ളവർ അല്ലെങ്കിൽ കുഞ്ഞു വസ്തുവിൽ ഒരു വീട് വെക്കേണ്ടി വരുന്ന ഒരാൾക്ക് കിണർ ഈ പറയുന്ന പോലെ വടക്ക് കിഴക്ക് മൂലയ്ക്ക് തന്നെ കുഴിക്കാൻ വേണ്ടി പറ്റത്തില്ല, അങ്ങനെ സാധിക്കില്ല. അപ്പൊ എവിടെയാണോ വെള്ളം ലഭിക്കുന്നത് അവിടെ കിണർ കുഴിച്ചുകൊണ്ട് ജലസംഭരണി നിങ്ങൾ വടക്ക് കിഴക്ക് മൂലയ്ക്ക് വെക്കൂ എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അത് ചെയ്താൽ മതി, വടക്ക് കിഴക്ക് മൂലയ്ക്കാക്കുക. ഇനി ഇതേപ്പറ്റി ചേട്ടാ അഭിപ്രായം ചോദിക്കാൻ പോകരുത്. ചോദിച്ചാൽ പരസ്പര വിരുദ്ധമായിട്ട് പറയും നിങ്ങളെ കൊണ്ട് അവിടെ വീട് വെപ്പിക്കത്തില്ല, നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയാക്കി കളയും. പിന്നെ യൂട്യൂബിൽ കയറി ഇതിന് സൊല്യൂഷൻ നോക്കരുത്. നമ്മളിപ്പോൾ നമുക്കൊരു മുഖക്കുരു വന്നാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മരുന്ന് കണ്ടുപിടിക്കാൻ പോയാൽ അത് ക്യാൻസർ ആണെന്ന് പറയും. അതേപോലെ അങ്ങനൊന്നും പോകണ്ട. ചേട്ടന് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അതായത് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഇപ്പോൾ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം വന്നാൽ അവരുടെ കന്നിമൂലയ്ക്കായിരിക്കും നമ്മുടെ വടക്ക് കിഴക്കേ കിണർ വരുന്നത്. അപ്പൊ അതിന് സൊല്യൂഷൻ പറയുന്നത് അത് സ്വതന്ത്ര വാസ്തു. അവിടെ വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ട് ഇതേ സെയിം അപ്പുറത്ത് ഒരു 4 അടി അപ്പുറം അവര് വേറൊരു കിണർ കുത്തിയിട്ടുണ്ട്. ഒരു പുതിയ വീട് വന്നു, അവരൊരു കിണർ കുത്തി. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോ അവര് കിണർ കുത്തി നമുക്ക് കുത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറയാം. അപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്താട്ടെ, ചേട്ടനെ ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട. ഞാൻ ഈ പറഞ്ഞത് മാതിരി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവിടെ മതിൽ കെട്ടേണ്ട കാര്യമില്ല. ചേട്ടനോട് പറഞ്ഞ ആ വാസ്തു പറഞ്ഞത് കറക്റ്റാണ്. മതിലായിട്ട് കെട്ടേണ്ട, നമുക്കൊരു ചെറിയ കെട്ടി ഭൂമിക്കടിയിൽ മതി. കെട്ടി അങ്ങ് തിരിച്ചാൽ എന്താ അറിയോ, ഈ വരുന്നവരോടെല്ലാം നമുക്ക് പറയാം ദാ ഇവിടെ ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി കളയും. ഓക്കെ, പൊക്കണ്ടാന്ന്, ഭൂമിക്കടിയിൽ മതി. പൊക്കണ്ട, ഭൂമിക്കടിയിൽ ഒരു കെട്ടി തിരിച്ച എന്തോ മതി, ബൗണ്ടറി പോലെ കെട്ടിയാ മതി. സ്വതന്ത്ര വാസ്തു അത്ര തന്നെ. ഓക്കെ, വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ധൈര്യമായിട്ട് വീട് വെക്ക്, അടിപൊളി പാല് കാച്ചി നടത്തും. ഓക്കെ, ടാറ്റ. കോൾട്ട് പത്തനാപുരത്തിൽ ചെറിയൊരു ഇടവേളയാണ്, എങ്ങും പോകരുത്. വളരെ പെട്ടെന്ന് മടങ്ങിയെത്തും, കാത്തിരിക്കുക. കോൾട്ട് പത്തനാപുരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. നമസ്കാരം. ഹലോ, കേക്കാമോ? ആ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞാട്ടി. ഡേറ്റ് ഓഫ് ബർത്ത് 7/9/2007. 7 സെപ്റ്റംബർ 2007. സമയം പുലർച്ചെ 2 മണി. പുണർന്ന നക്ഷത്രം അല്ലേ? അതെ, പുണർന്ന. വെള്ളിയാഴ്ച ദിവസം, ചിങ്ങം 22-ാം തീയതി. മോൻ്റേത് മിഥുനക്കൂറാണ്. കണ്ടകശനി എന്ന് പറഞ്ഞൊരു ടൈമാണ് ചെറുതായിട്ടുള്ളത്. ഇപ്പൊ ദശാകാലഘട്ടം ശനിദശയാണ്. ശനിദശയിൽ അപകാരം കൊള്ളാം, ശുക്രന്റെ അപകാരമാണ്. പക്ഷെ എന്നാലും മോന്റെ ജാതക പ്രകാരം ശുക്രന്റെ അപകാരം അത്ര ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭയങ്കര നല്ല ഫലങ്ങളല്ല, ചെറിയ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും തരുന്നത്. പഠനവുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് മാറ്റിക്കോളാൻ പറയണം. പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ ഒത്തിരി വെപ്രാളപ്പെടാതിരിക്കാൻ പറയുക. അങ്ങനെ ടെൻഷൻ അടിച്ചാൽ നമുക്ക് അറിയാവുന്നത് പോലും ചിലപ്പോൾ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റാണ്ട് വന്നുകളെ. അതൊന്ന് നോക്കാൻ പറയണം. പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈമിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അതിട്ടിങ്ങനെ മാനസികമായിട്ടും മറ്റുമൊക്കെ കുറച്ച് വേദനിപ്പിക്കുന്ന രീതികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതിനിടയായി തീരും. എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചോദിച്ചോട്ടെ. അത് മോനിപ്പോ +2 കഴിഞ്ഞ വർഷം എഴുതി
ഒരു വിഷയം കിട്ടിയില്ല. അപ്പൊ ഈ വർഷം എഴുതുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ +2 പാസ്സാവാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും സ്നേഹത്തോട് പറഞ്ഞ് അവനെ എഴുതിപ്പിക്കണം. പിന്നെ ഇവന് എക്സാം എടുക്കുമ്പോഴത്തേക്ക് ഇവനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ ടെൻഷനും ഒക്കെ ഉണ്ടാവും. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഞാൻ പറയുന്നത് സ്നേഹത്തോടെ പറഞ്ഞ് വാശിക്ക് അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ വലിയ പാടാണ്. ഇപ്പോഴും കണ്ടകശനിയുണ്ട്. ഈ വരുന്ന എക്സാം അടുത്ത വർഷമല്ലേ വരിക? 2026 മാർച്ച് മാസം. അപ്പോഴത്തേക്ക് എങ്ങനെങ്കിലും ഒന്ന് എഴുതിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ് നല്ലത്. അതിനെ ട്രൈ ചെയ്യും. ഞാൻ പറയട്ടെ, ഇവന്റെ ഒരു ജാതക പ്രകാരം ഇവൻ മിടുക്കനാണ്. വേണമെന്ന് വെച്ചിരുന്ന് പഠിച്ചാൽ ഇവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. നല്ല ഗ്രാസ്പിംഗ് പവർ ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അവൻ മെനക്കെട്ട് ഇരിക്കത്തില്ല. അതാണ് അവന്റെ ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ എപ്പോഴും ഈ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പഠിത്തത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുള്ളൂ. നമ്മൾ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് അച്ഛന് വേണ്ടിയാണ് പഠിക്കുന്നതെന്നൊരു തോന്നൽ മനസ്സിലിരുന്നാൽ പിന്നെ പഠിക്കാൻ തോന്നത്തില്ല. അതാ പിന്നെ ഞാൻ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ അവനെ ഒത്തിരി അങ്ങ് ഡിസ്റ്റർബ് ചെയ്ത് നിർബന്ധിച്ച് അവനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് പോകാതിരിക്കാൻ നോക്കുക. അതായിരിക്കും നല്ലത്. പരിഹാരം ഞാൻ പറഞ്ഞതുപോലെ അവനെ എങ്ങനെയെങ്കിലുമൊക്കെ സ്നേഹത്തോടുകൂടി പരീക്ഷ എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിഹാരം. ജ്യോതിഷപ്രകാരമുള്ള പരിഹാരം എന്ന് പറയുന്നത് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക, അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം 1 കൊല്ലക്കാലം നടത്തുക. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. ശനിദശയിൽ ശുക്രന്റെ അപകാരമാണ്, കണ്ടകശനിയുണ്ട്. അപ്പൊ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അവനെ സംബന്ധിച്ച് കൂടുതൽ നല്ലത്. അവൻ പോവുമെങ്കിൽ, അവൻ വരുമെന്ന് എനിക്ക് അറിയത്തില്ല, വരുമെങ്കിൽ അവനെ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ അത് മതി. അല്ലാതെ ആശങ്കപ്പെടുകയൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കെ. അവന് നല്ല ഭാവിയും നല്ല പ്രയോജനകരമായ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല പ്രയോജനകരമായിട്ടുള്ള ഒരാളാണ്. നല്ലോണം പഠിപ്പിച്ചാൽ മതി. ഓക്കെ, വേറെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നാട്ടോ. ഓക്കെ, ശരി. ഹലോ ചേച്ചി, നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം തന്നെ. ആരാന്നല്ലോ മനസ്സിലായോ? മനസ്സിലായി. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് പറഞ്ഞാട്ടെ. 30/3. ചേച്ചി കിടന്ന് ഉറങ്ങുമായിരുന്നു തോന്നേ. അല്ല, ഞാൻ അവിടെ കിടക്കായിരുന്നു. സമയം പറയൂ. 30/3 ഏത് വർഷം? 90. സമയം 6:15. രാവിലെ ആണോ? രാവിലെ. മോന്റെ ആണോ കാർത്തിക നക്ഷത്രം? എന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. മീനമാസം 16-ാം തീയതി ആയിരുന്നു. എന്താ ചേച്ചി, വിവാഹ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണോ? ഡിവോഴ്സ് ആയി അല്ലേ? അപ്പൊ അടുത്തത് നോക്കുകയാണ്. അതിന്റെ ടൈമാണ് വരാൻ വേണ്ടി പോകുന്നതേ. ഇപ്പൊ സമയം തുടങ്ങിയിട്ടുണ്ട് ചേച്ചി ഓൾറെഡി. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം. 2026 തീരുന്നത് വരെ സമയമുണ്ട്. നമുക്ക് ഇപ്പം മുതൽ അതിന്റെ ആലോചനകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം കണ്ടകശനിയൊക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ പൊരുത്തം നോക്കലിനൊന്നും പോകണ്ട ഒത്തിരി. ഒന്ന് സെക്കൻഡ് മാരേജ് ആണ്. എന്തോ ഓക്കെ. എന്നുവെച്ചാൽ നമ്മൾ ഏജും ഒന്ന് നോക്കണം. നമ്മളിപ്പോ ഇത്രയും വയസ്സായി, ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പൊരുത്തം നോക്കാനൊക്കെ പോകുന്നത്, പിന്നെ 2 സെക്കൻഡ് മാരേജ് ആണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം. പക്ഷെ കുഴപ്പമൊന്നുമില്ല ചേച്ചി, നല്ല ഭാവിയൊക്കെയുള്ള പയ്യനാണ്. നല്ലൊരു ആലോചനയൊക്കെ നടന്ന് നല്ല രീതിയിലൊക്കെ പോകുന്നതിന് വേണ്ടി സാധിക്കും. സമയമുണ്ട്, കുഴപ്പമില്ല. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നല്ലൊരു ജീവിതം ഉണ്ടാവും. നല്ലൊരെണ്ണം നോക്കിയെടുക്കണം. പിന്നെ നമ്മളെപ്പോഴും സെക്കൻഡ് മാരേജ് എടുക്കുമ്പോൾ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആരും ഫസ്റ്റ് മാരേജ് എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്ന് സത്യസന്ധമായിട്ട് ആരും പറയത്തില്ല. എല്ലാവരും അവരവരുടെ ഭാഗത്തെ ന്യായങ്ങൾ മാത്രമേ നിർത്തുള്ളൂ. അപ്പം അതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അത് നോക്കിയിട്ട് നല്ലൊരെണ്ണം വരുന്നത് നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല ചേച്ചി. അത് ഈ ദിക്ക് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്താ അറിയാം, ഞാനത് മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ ജാതക പ്രകാരം 7ാം ഭാവാധിപൻ അല്ലെങ്കിൽ 7ൽ അംശിക്കുന്ന അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദിക്കുകളൊക്കെയാണ് പറയുന്നത്. പക്ഷേ പണ്ട് ആളുകളെങ്ങും പോകുന്നില്ലല്ലോ ചേച്ചി. എല്ലായിടത്തും ജനിക്കുന്നു, അവിടെ തന്നെ ജീവിക്കുന്നു, അവിടെ തന്നെ മരിക്കുന്നു, അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ജനിച്ചാൽ ഒരു സ്ഥലത്ത് 28 വേറെ സ്ഥലത്ത്, ചോറൂണ് വേറെ രാജ്യത്ത്, അങ്ങനെ ആളുകൾ മാറി മാറി എപ്പോഴും സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദിക്ക് നോക്കിയിരിക്കേണ്ട. ഏത് ദിക്കിൽ നിന്നാണെങ്കിലും നല്ലൊരെണ്ണം എടുക്കുക എന്നുള്ളത് നിന്നാൽ മതി. ചേച്ചിയോട് ഞാനിപ്പോൾ ഒരു ദിക്ക് പറഞ്ഞാൽ ചേച്ചി പിന്നെ ആ ദിക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കും. ചിലപ്പോൾ നല്ലൊരെണ്ണം മറ്റൊരു ദിക്കിൽ നിന്ന് വന്നാൽ ചേച്ചി അത് എടുക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏത് ദിക്കിൽ നിന്നാണെങ്കിലും നമുക്ക് പറ്റുന്ന, നമുക്ക് യോജിക്കുന്ന
നമ്മുടെ കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന, വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് യോജിക്കുന്ന, ശാരീരിക ഘടനയ്ക്ക് യോജിക്കുന്ന, സാമ്പത്തിക സ്ഥിതിക്ക് യോജിക്കുന്ന, ശാരീരിക അവസ്ഥയ്ക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരാളെ സംഘടിപ്പിക്കുക. ഓക്കെ. ഓക്കെ, വേറെ ടെൻഷനൊന്നും അടിക്കണ്ട. നല്ലൊരെണ്ണം വരും, നല്ലൊരു ആലോചന വരും, നല്ലൊരെണ്ണം നടക്കും. ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ, മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ്. ചെറിയ വിഷ്ണു പൂജയൊക്കെ അമ്പലത്തിലുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ, നമ്മള് രാഹുപൂജ ചെയ്യിക്കുന്നുണ്ട്. ശരി. ഇതും കൊണ്ടൊന്ന് നോക്കിയാട്ടെ ചേച്ചി. ഈ രാഹുവിൻ്റെതായ ഇപ്പോൾ രാഹു ദശയുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. കുറച്ച് നാളോടെ ഉണ്ട് രാഹു. പക്ഷെ ഇപ്പം ശുക്രൻ്റെ അപഹാരമാണ്. കല്യാണത്തിന് കൊള്ളാം. ഓക്കെ, ശരി ചേച്ചി, ടാറ്റ. കോൾട്ട് പത്തനാപുരത്തിൽ ചെറിയൊരു ഇടവേളയാണ്, എങ്ങും പോകരുത്. വളരെ പെട്ടെന്ന് മടങ്ങിയെത്തും, കാത്തിരിക്കുക. കോൾട്ട് പത്തനാപുരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഒരു സംഭവകഥ കേൾക്കാം. നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടാൻ കഴിയാതെ നമുക്ക് വന്ന ഒരു കോളാണ്. അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞു ആ കോള്. അതുകൊണ്ടാണ് ഈ കോളിനെ പറ്റി നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാം എന്ന് കരുതിയത്. ഒരാൾ, അദ്ദേഹം ഏകദേശം ഒരു 40 വയസ്സോളം പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട് 40ാമത്തെ ദിവസത്തിന് മുമ്പാണ് നമ്മളൊന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വസ്ത്രങ്ങൾ വീട്ടിലിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഊന്നിക്കൊണ്ട് നടന്നൊരു വടി, പണ്ടത്തെ ആളുകൾ വടി ഊന്നി നടക്കുമല്ലോ, അപ്പോൾ അതൊരു മനോഹരമായ ഒരു വടി വീട്ടിലിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, ഇത് വീട്ടിലിരിക്കുന്നത് മരണപ്പെട്ടു പോയ അച്ഛൻ്റെ വസ്ത്രങ്ങൾ, അച്ഛൻ്റെ വടി, അച്ഛൻ്റെ കുട, അച്ഛൻ്റെ ചെരുപ്പ് എന്നിവ വീട്ടിലിരിക്കുന്നത് ഇപ്പോൾ ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദോഷമാണത്രേ. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളായി. വീട്ടിൽ ഭാര്യയൊക്കെ പറഞ്ഞു ഇതുകൊണ്ട് ആറ്റിലൊഴുക്കണം. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വസ്ത്രങ്ങളും ഇത്തരം കാര്യങ്ങളും മരണപ്പെട്ട് 40 ദിവസത്തിനുള്ളിൽ ആറ്റിൽ പുഴയിൽ കൊണ്ടൊഴുക്കുക എന്ന് പറയുന്നത് മാനസികമായി അദ്ദേഹത്തെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛനമ്മയെ സ്നേഹിക്കുന്ന ആളുകൾക്കറിയാം, അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മളെ വല്ലാണ്ട് വേദനയിലാഴ്ത്തും. കാരണം അത് ഇപ്പം അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ആളുകൾക്ക് അത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യും. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കത് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ആൾക്കും അത് പറഞ്ഞു ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അദ്ദേഹം അതിന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, ഒരു കൺഫർമേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുകൊണ്ട് കളയണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റ് ബന്ധുമിത്രാദികളും ഒക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം സ്പീക്കർ ഫോൺ ഇട്ടിട്ട് എന്നെ വിളിക്കുന്നത്. എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വസ്ത്രവും വടിയും കുടയും ചെരുപ്പുമൊക്കെ പുഴയിൽ കൊണ്ട് ഒഴുക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ അതേ ടോണിൽ തന്നെ എൻ്റെതായ ഭാഷയിൽ ഞാൻ മറുപടി ചോദിച്ചു, തീർച്ചയായിട്ടും നിങ്ങൾ ആ വസ്ത്രങ്ങൾ കൊണ്ട് പുഴയിൽ ഒഴുക്കണം. അച്ഛൻ മരിച്ചു, 40 ദിവസത്തിനകം നിങ്ങൾ ആ വസ്ത്രങ്ങൾ കൊണ്ട് പുഴയിൽ ഒഴുക്കണം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വടി, അദ്ദേഹത്തിന് അവസാന നാളുകളിൽ അദ്ദേഹത്തിന് താങ്ങായിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആ വടി, ഊന്നുവടി, അതും നിങ്ങൾ കൊണ്ടുവന്ന് പുഴയിൽ ഒഴുക്കണം. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ മുള്ളുകൾ കൊള്ളാതെ അദ്ദേഹത്തിൻ്റെ നടപ്പിൽ അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അവിടെ ഇരിക്കുന്നുവെങ്കിൽ അതും നിങ്ങൾ 40 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൊണ്ട് പുഴയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പീക്കറിലാണ്. അതേ ആവശ്യം ഉന്നയിച്ച് ഇതുവരെ വന്നിരുന്ന ആളുകൾ അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ടാകാം. കണ്ടോ, ഞങ്ങൾ പറഞ്ഞത് ഇത്ര പരമാർത്ഥമാണ്, നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടിക്കായി വിളിച്ചിട്ട് അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയല്ലേ, ഇതുകൊണ്ട് കളയണം എന്നുള്ളത് തന്നെയല്ലേ എന്നാകാം. ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനിൽ പറയുകയാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഇദ്ദേഹത്തെ നോക്കി കാണും. ഇദ്ദേഹം വളരെ ദയനീയമായി അവരെ നോക്കിയിട്ടുണ്ടാവും. കാരണം ഇദ്ദേഹമായിരിക്കാം ഒരുപക്ഷെ എന്നെ സജസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയൊരു വികാരം എന്തായിരിക്കും, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇതൊന്നും കൊണ്ട് കളയരുതേ എന്നായിരിക്കും ഇങ്ങേര് പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിരുന്നിട്ട് അതല്ലാത്തൊരു വർത്തമാനം എൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ അത് വല്ലാണ്ട് മാനസികമായി തളർത്തിയിട്ടുണ്ടാകും. കാരണം അച്ഛനെ സ്നേഹിക്കുന്ന ഓരോ മക്കൾക്കും ആ ഒരു വിഷമം അങ്ങനെ ഉണ്ടാകും. പക്ഷെ ഞാനവിടെ നിർത്തിയില്ല. അവരുടെ ആ ചിന്തകൾക്ക് വളരെ സെക്കൻഡുകളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞു, നിർത്തരുത്, പോകരുത്, ഇനിയുമുണ്ട്. അച്ഛന് സ്വത്തുക്കളുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, വസ്തുവകകളുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ദോഷമാണ്. അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം. കാരണം അത് പുഴയിൽ എറിയാൻ പറ്റില്ലല്ലോ, അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം. അച്ഛന് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അതും നിങ്ങൾ ഉപയോഗിക്കരുത്, അത് നിങ്ങൾ പുഴയിൽ എറിയണം. അച്ഛന് മൊബൈൽ ഫോൺ ഉണ്ടോ? ഉണ്ട്, വില കൂടിയതാണെന്ന് അദ്ദേഹം ആവേശത്തോടു കൂടി പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അതും നിങ്ങൾ ഉപയോഗിക്കരുത്, അതും നിങ്ങൾ പുഴയിൽ എറിയണം. എറിയുമോ? ഒരു നിമിഷം നിശബ്ദതയായി. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എറിയുമോ? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയോ മരിച്ചുപോയ അമ്മയുടെയോ വസ്ത്രങ്ങൾ കാണുമ്പോൾ, അവർ കൊണ്ടു നടന്ന വടി കാണുമ്പോൾ,
അവരുടെ കണ്ണടകൾ കാണുമ്പോൾ, അവരുടെ ചെരുപ്പ് കാണുമ്പോൾ, അവർ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേദനയുണ്ടാകും. കാരണം നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോയി ഇതുവരെ ചിന്തിക്കാറില്ല. അത് ചിന്തിച്ചാൽ വിഷമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ വേദനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, അത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അച്ഛൻ്റെ ഇത്തരം സാധനങ്ങൾ വീട്ടിലിരിക്കുന്നത് ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് കൊണ്ട് ഒഴുക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനെയോ നിങ്ങളുടെ അമ്മയോ ആ മരണപ്പെട്ടു പോയവരെയോ നിങ്ങൾ എന്ത് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അവർ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവരെ എന്ത് സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തട്ടി നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കരുതുക. ഞാൻ അവരോട് പറഞ്ഞതാണ്. ഒരുപക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. വിലപിടിപ്പുള്ള കാര്യങ്ങൾ കളയാൻ പറഞ്ഞാൽ ആരും കളയില്ല. വില കുറഞ്ഞ കാര്യങ്ങൾ കളയാൻ പറഞ്ഞാൽ അത് ദോഷമാണെന്ന് പറഞ്ഞാലും ദോഷമല്ലെന്ന് പറഞ്ഞാലും അത് കളയാൻ ആവേശത്തോടു കൂടി ആളുകൾ ഉണ്ടാവാം. ഒന്ന് ചിന്തിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് ബലികർമാദികളാണ് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആചാരപരമായി. വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയോ സൂക്ഷിക്കാതിരിക്കുകയോ എന്ത് ചെയ്യുന്നതും നിങ്ങളുടെ വിവേചന ബുദ്ധിയിൽപ്പെടുന്നതാണ്. പക്ഷെ ദോഷമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അത് കളയാൻ വേണ്ടി പാടില്ല. അത് തെറ്റാണ്. കോൾട്ട് പത്തനാപുരത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കോൾട്ട് പത്തനാപുരത്തിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം 8075728112 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം വിമർശനങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോട്ടുകൾ ഉണ്ടെങ്കിൽ അതും അയച്ചു തരിക. തീർച്ചയായും ഞങ്ങൾ എപ്പിസോഡിലൂടെ സംപ്രേഷണം ചെയ്യും. വാട്സപ്പിലൂടെ അയക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ ഒരു QR കോഡ് കണ്ടില്ലേ, ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പേജിലേക്ക് എത്തും. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം. ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ QR കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും. നമുക്ക് സംസാരിക്കാം, സംവദിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.